ഹായ്, എല്ലാ കൂട്ടുകാർക്കും വടക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നാടൻ വിഭവങ്ങൾ പരിചയപ്പെടാം. അതിൽ നമുക്ക് ആദ്യം പരിചയപ്പെടുന്നത് നമ്മളെ കസ്തൂരി മഞ്ഞളാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. നമുക്ക് സ്കിൻ കെയറിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ പല ടൈപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. സാധാ കസ്തൂരി മഞ്ഞൾ മഞ്ഞളെന്ന് പറയുന്നത്. ഇത് അധികം കളറൊന്നും ഇല്ലാത്ത ഐറ്റമാണ്. കസ്തൂരി മഞ്ഞളിന് കളർ കുറവായിരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്. കൂടാതെ ഇത് നമ്മൾ നാടൻ മഞ്ഞളാണ്. ഇത് നമ്മുടെ വയനാടൻ മഞ്ഞളാണ്. വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ മഞ്ഞളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഭവമാണ് വയനാടൻ മഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാം, കറികൾക്കൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ പൊടിച്ച കൂട്ടാണിത് മഞ്ഞൾ. അടുത്ത നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ഹെയർ ബ്യൂട്ടിയാണ്. ഇതിനകത്ത് ഒരുപാട് പച്ചില മരുന്നുകൾ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റം പച്ചില മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കി വന്നേക്കുന്ന ഐറ്റമാണ്. ഇതിനകത്ത് എണ്ണ ഒഴിച്ചു വെച്ചിട്ട് 2 ആഴ്ച വച്ചിരുന്നാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തലവേദനയ്ക്കും താരൻ അങ്ങനെയൊക്കെയുള്ള തലയുടെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല എഫക്റ്റീവാണ്. അടുത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ കാട്ടുതേനാണ്. കാട്ടുതേൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇടുക്കി ഉൾക്കാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ്. ഉൾക്കാടുകളിൽ നിന്ന് ശേഖരിക്കുന്നവരടുത്ത് നേരിട്ട് ഞങ്ങൾ പോയി എടുക്കുന്ന തേനാണ്. ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്തൊന്നുമല്ല. നമ്മൾ ഇതിനകത്ത് പൂമ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദ ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ തേൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ തേനിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവത്തില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നേരിട്ട് വന്നാലേ അതിൻ്റെ പ്യൂരിറ്റി മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ഒറിജിനൽ കാട്ടുതേനാണ്. ഇത് അധികം വേറെങ്ങും കിട്ടാൻ വഴിയില്ല. നമുക്കിവിടെ അവൈലബിൾ ആണ്.